ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ പണവും പ്രശസ്തിയും എല്ലാം ഒത്തിണങ്ങുമ്പോൾ താനാണ് വലുത്, തന്നെ മാറ്റി നിർത്താൻ കഴിയില്ല, തനിക്ക് വേണ്ടി പലരും കാത്തു നിൽക്കേണ്ടി വരും എന്നൊക്കെ ഇരുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നടന്മാരുണ്ട്, നടികളുണ്ട്, ബാലതാരങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം, ബാലതാരങ്ങളോ? എന്താ സംശയം? നിങ്ങൾ ബേബി ശാലിനിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവിടെ സൂപ്പർ നായകന്മാർക്കും നായികമാർക്കും സംവിധായകർക്കും വേണ്ടി അഭിനയിച്ച, അവർക്ക് പേരുണ്ടാക്കി കൊടുത്തൊരു നടിയാണ് ബേബി ശാലിനി എന്ന് ആലോചിക്കണം. ആ ബേബി ശാലിനിക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകൾ ഇവിടെ കാത്തു നിന്നിട്ടൊന്ന് ആലോചിക്കണം. ഒരു കൊച്ചുകുട്ടി കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ കുട്ടിയെ വെച്ച് കാശാക്കിയവർ, ആ കുട്ടിയെ വിറ്റ് കാശാക്കിയവർ എത്രയോ വർഷം ഇവിടെ മലയാള സിനിമയിലുണ്ടായിരുന്നു ആലോചിക്കണം. അങ്ങനെ അന്ന് മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, സൂപ്പർ സ്റ്റാറുകളല്ല, ബേബി ശാലിനിയായിരുന്നു താരം എന്നാലോചിക്കണം. ബേബി ശാലിനിക്ക് വേണ്ടി ഡബിൾ റോളുകൾ വരെ എഴുതിയിട്ടുണ്ട്. ബേബി ശാലിനിക്ക് വേണ്ടി തിരക്കഥാകൃത്തുക്കൾ മത്സരിച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. കാരണം ആ സിനിമയുടെ വിജയത്തിൻ്റെ മുഖ്യ ഘടകം ബേബി ശാലിനി ആയിരുന്നായിരിക്കണം. ഞങ്ങൾ തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബേബി ശാലിനിയും എന്ന കുട്ടിയും മമ്മൂട്ടിയും ഒരു പെട്ടിയുമുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റ് എന്നുള്ളത്, അത് അന്ന് തിരക്കഥാരംഗത്ത് സൂപ്പർ ഹിറ്റായി എഴുതിക്കൊണ്ട് കലൂർ ഡെന്നീസിനെ വെച്ചുള്ള എഴുത്താണ് ഞാൻ ചെയ്യുന്നത്. അത് പലരും പറഞ്ഞത് ഡെന്നീസിനിട്ടുള്ളൊരു അമ്പാണല്ലോ എന്നുള്ളത്. ഡെന്നീസ് എന്ത് പഴിച്ചു? ഡെന്നീസ് അന്നും ഇന്നും ഇപ്പോൾ എഴുതിയാലും ഹിറ്റ് തിരക്കഥകളെ ഡെന്നീസ് എഴുതിയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അത് സൂപ്പർ സ്റ്റാറായാലും പുതിയവരായാലും ശരി. അങ്ങനെയുള്ള ബേബി ശാലിനി ഇങ്ങനെ കുറേ പേർക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കട്ടെ. ആ കുട്ടിയുടെ മാത്രമല്ല, ആ കുട്ടിയുടെ അച്ഛനും ബാബു ആണെന്ന് ലൊക്കേഷനിൽ വന്നിരുന്ന് ആലോചിക്കണം. പിന്നീട് ആ കുട്ടി വലുതായി ശാലിനിയായി മലയാള സിനിമയിൽ വന്നു, തമിഴ് സിനിമയിൽ പോയി. ഇപ്പോൾ തമിഴിലെ അജിത്തിൻ്റെ ഭാര്യയായി, കുട്ടികളുടെ അമ്മയായി സുഖമായി ജീവിക്കുന്നു എന്നുള്ള ശാലിനി. അത് പഴയ കഥ. പുതിയ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കണം. ഇവിടെ ലോഹിതദാസ് എന്നുള്ള നല്ല തിരക്കഥാകൃത്തുണ്ടായിരുന്നു ആലോചിക്കണം. ലോഹിതദാസ് സൂത്രധാരൻ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയം അതിൻ്റെ തിരക്കഥയും എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുതിയ ഒരു നടിയെ കൊണ്ടുവരണം, പുതിയ നടിക്ക് വേണ്ടി അന്വേഷിക്കുന്നു. കാരണം തൻ്റെ ഈ കഥയിലെ കഥാപാത്രം പെൺകുട്ടി നിഷ്കളങ്കയായിരിക്കണം, സൗന്ദര്യമുണ്ടായിരിക്കണം, അങ്ങനെ പലവിധ ക്വാളിറ്റികൾ ആ പുതിയ നമുക്ക് വേണം. അപ്പോൾ ബ്ലെസ്സി ആയിരുന്നു അന്ന് സംവിധായകനായി. ബ്ലെസ്സി തിരുവല്ലക്കാരനാണ്. ബ്ലെസ്സി പല പുതുമുഖങ്ങളെയും കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകനാണ്. അപ്പോൾ ലോഹിതദാസും ബ്ലെസ്സിയുമായി ചർച്ച ചെയ്തു, ഇങ്ങനെ ബ്ലെസ്സി നമുക്കൊരു പുതുമുഖത്തെ വേണം. അങ്ങനെയാണ് ബ്ലെസ്സി തൻ്റെ നാട്ടിലുള്ള പരിചയമുള്ള, അല്ലെങ്കിൽ തൻ്റെ ഇങ്ങനെ പരസ്യത്തിലുള്ള ഒരു നടിയെ ഓർമ്മ വന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പടം കാണിച്ചു കൊടുത്തു. അതാണ് മീര ജാസ്മിൻ. സംസാരിച്ചു, ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, സിനിമയിൽ കാസ്റ്റ് ചെയ്തു. അങ്ങനെ സൂത്രധാരൻ സിനിമ റിലീസ് ചെയ്തപ്പോൾ മലയാള സിനിമയ്ക്ക്, അതല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നല്ലൊരു നടിയെ ലഭിച്ചു എന്ന് ആലോചിക്കണം. നമ്മളിതിൻ്റെ അണിയറ കഥകളിലേക്കല്ല പോകുന്നത്. ഇവിടെ നമ്മുടെ മുന്നിൽ മീര ജാസ്മിൻ എന്നുള്ള നടി, ലോഹിതദാസ് എന്നുള്ള സംവിധായകൻ, മറ്റുള്ളവരൊക്കെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സിനിമയുടെ വിജയം, ആ സിനിമ പണം എത്ര കൊയ്തു എന്നുള്ളതല്ല, ആ സിനിമ സുഖകരമായി കണ്ടെടുക്കാം എന്നാലോചിക്കണം. അത്രമാത്രം മനോഹരമായി ആ സിനിമ ചെയ്യാൻ ലോഹിക്ക് കഴിഞ്ഞു എന്നാലോചിക്കണം. ആ സൂത്രധാരനിൽ മീര ജാസ്മിൻ്റെ കഥാപാത്രത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാലോചിക്കണം. അതിൽ തന്നെ ദേവമ്മ എന്നുള്ളൊരു കഥാപാത്രത്തെ അവതരിച്ച ബിന്ദു പണിക്കരുണ്ടെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ ബിന്ദു പണിക്കരുടെ ജീവിതത്തിൽ അത്രമാത്രം അതിമനോഹരമായ, അത് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കഥാപാത്രത്തെ അവർ അഭിനയിച്ചിട്ടില്ല. ഇപ്പോഴും അവർ അഭിനയിക്കാൻ കഴിഞ്ഞു. അത്രമാത്രം ശ്രദ്ധേയമായിരുന്നുള്ള കഥാപാത്രമായിരിക്കണം. അത്രമാത്രം കഴിവ് ബിന്ദു പണിക്കർക്ക് ഉണ്ടോ എന്ന് നമ്മൾ തോന്നി. ആ കഴിവുകളെല്ലാം തിരക്കഥാകൃത്തിൻ്റെ സംവിധായകൻ്റെ സംഭാവനകളായിരുന്നു. അങ്ങനെ ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മീര ജാസ്മിൻ പ്രശസ്തയായി. പലരും പറഞ്ഞു വരുത്തി, ലോഹിയുടെ സിനിമയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്, എന്താ അഭിനയം, ആ കുട്ടി മലയാള സിനിമ ഭരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പലരും മീര ജാസ്മിനെ അഭിനയിപ്പിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്.
എന്നാൽ ലോഹിദാസിൻ്റെ ഈ സിനിമ റിലീസ് ചെയ്യാതെ വേറൊരു സിനിമയിലും അഭിനയിക്കാൻ പാടില്ല എന്നുള്ളൊരു എഗ്രിമെൻ്റ് എഴുതി ചേർത്തിരിക്കുന്നു എന്ന് ആലോചിക്കണം. അങ്ങനെ പടം റിലീസായി, പടം നല്ല അഭിപ്രായം, എന്നിട്ടും പലരും വന്നപ്പോൾ പറഞ്ഞത് ഇത്രയും കാര്യമാണ്: നല്ല റോളുകൾ, നല്ല സംവിധായകർ, നല്ല കഥാപാത്രങ്ങൾ, നല്ല തിരക്കഥാകൃത്ത്, ഇവരുടെ ഇതെല്ലാം നോക്കി കഥ കേട്ട് കഥാപാത്രം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഡേറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ലോഹിയുടെ സഹായം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പലർക്കും ഈ മീര യാസ്മിന് ഡേറ്റ് കിട്ടിയില്ല എന്നാലോചിക്കണം. അങ്ങനെ ഡേറ്റ് കിട്ടാതെ വന്നോ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി എന്നാലോചിക്കണം. അങ്ങനെ ഒരു സംവിധായകന് മാത്രം എല്ലാ നടിയെ വെച്ച് കുറേ കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ആക്ഷേപം ഉണ്ടായിരിക്കും ആലോചിക്കണം. പിന്നെ അത് കുറഞ്ഞു വന്നു. ചില പടങ്ങൾ മാറി അഭിനയിച്ചു, തമിഴിലേക്ക് വന്നു, തമിഴിൽ സിനിമയെടുത്തു, ഈ ഗ്രാഫ് മാറി എന്നാലോചിക്കണം. മീര ജാസ്മിൻ ശരിക്ക് TV ചന്ദ്രൻ്റെ പടത്തിൽ അഭിനയിച്ചു. ആ പടത്തിൽ ദേശീയ അവാർഡ് കിട്ടി. ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം പല സംസ്ഥാന ആൾക്കാർ ഇവരെ കൊണ്ടുപോകാൻ നോക്കി. അങ്ങനെ വളരെ പ്രശസ്തിയായി. അപ്പം ഈ കണക്ക് കൂട്ടികൾ നോക്കി ഇതുവരെ വന്ന ദേശീയ അവാർഡ് ലഭിച്ച നടികൾ ആ കണക്കുകളെടുത്തു, അവരുടെ പ്രകടനം എടുത്തു നോക്കിയപ്പോൾ അസാമാന്യ അഭിനയ പാഠവുമുള്ള നടിയാണ് മീര ജാസ്മിൻ എന്ന് അടിവരയിട്ടുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം. ഏത് ആനയ്ക്കും അടിതെറ്റുമെന്ന് പറഞ്ഞ പോലെ മീര ജാസ്മിൻ ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ പടങ്ങൾ അധികം സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ചിലർക്കൊക്കെ ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് കൊടുക്കുന്നതിനിടയിൽ സാധാരണ മിക്ക സ്ത്രീകൾക്കും സ്നേഹം തേടി പോകുന്നതാണ്. പ്രണയം അവരുടെ മനസ്സിലുണ്ട്, അവരെ സ്നേഹിക്കാനാണ് അവർക്ക്. അങ്ങനെ സ്നേഹിക്കാൻ ചിലർ വന്നു. സ്നേഹം നടിച്ചവരുടെ ഉദ്ദേശങ്ങൾ പലതായിരുന്നു. അവർക്ക് പലരും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നാലോചിക്കണം. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് മോതിരം മാറിയർ പോലെ ചതിച്ചു എന്നാലോചിക്കണം. അങ്ങനെ ചതിയുടെ കഥകൾ, ചതിയുടെ വ്യക്തിത്വങ്ങൾ പലരും മീര ജാസ്മിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ അറിയാതെ അവർ പൊട്ടിത്തെറിച്ചു. മീര ജാസ്മിൻ എന്ന നടിക്ക് ഭാവമാറ്റം സംഭവിച്ചു, സ്വഭാവമാറ്റം സംഭവിച്ചു. അവർ അഹങ്കാരിയായി മാറി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അതിന് കാരണം എന്താ? അതിന് കാരണം പരാജയപ്പെട്ട പ്രണയ ജീവിതം, പിന്നെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനും സഹോദരിമാരും എല്ലാം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മീര ജാസ്മിൻ. അങ്ങനെ കോടതികളിൽ കേസുമായി മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു ദുഷ്പ്രചരണം ഉണ്ടായി എന്നാലോചിക്കണം. അതിൻ്റെ പുറകെയും സഞ്ചരിച്ചു എന്നാലോചിക്കണം. അങ്ങനെ തിക്താനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ കലാകാരിക്ക് മാറ്റമുണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മലയാളത്തിൻ്റെ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ ബോംബെയിലെ ഒരു സംഗീത വിദ്വാൻ ഹൃദയം കൊടുത്ത രീതിയിൽ അത് ശാശ്വതമാകുമെന്ന് വിചാരിച്ചു. അത് കല്യാണച്ചെന്ന് അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിനും കല്യാണമായിരുന്നില്ല ആവശ്യം. അവിടെയും ആ ചതിയോടെ പൂർണ്ണമായും മീര ജാസ്മിൻ മറ്റൊരു യുവതിയായി മാറി. കാരണം ലൊക്കേഷനിൽ കൃത്യമായിട്ടും ചെല്ലില്ല. തനിക്ക് വേണ്ടി പലരും കാത്തിരിക്കട്ടെ, തന്നെ വേണമെങ്കിൽ കാത്തിരിക്കട്ടെ എന്ന രീതിയിലായിരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് പോലും മണിക്കൂറുകൾ പോലും മീര ജാസ്മിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നാലോചിക്കണം. ആ കാത്തിരിപ്പിൻ്റെ പ്രചരണം വന്നപ്പോൾ പലരും മീര ജാസ്മിനെ തങ്ങളുടെ സിനിമകളിൽ നിന്നും മാറ്റി. എനിക്ക് തന്നെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ട് പല സെറ്റുകളിലും മീര ജാസ്മിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടുണ്ട്. അവർ ഒരു ഉറക്കച്ചടവായിരുന്നു. അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിലും ലൊക്കേഷനിൽ 8-9 മണിക്ക് ഒന്ന് കാത്തിരുന്നവർ. ഉദാഹരണം ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയിൽ പോലും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു ആർട്ടിസ്റ്റുകൾക്കാലേക്കും. അങ്ങനെ ആ പ്രചരണം കൊണ്ട് മീര ജാസ്മിൻ മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമയിലും മറ്റു ഭാഷാ സിനിമകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാണ്. ഒടുവിൽ ഒരു വിവാഹവും കഴിച്ചു. ആ വിവാഹത്തിൻ്റെ അണിയറയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ മീര ജാസ്മിൻ തിരിച്ചു വന്നിരിക്കുന്നു ആലോചിക്കണം. കാരണം തിരിച്ചു വന്നപ്പോൾ തന്നെ പലരും ശങ്കിച്ചു, നരേനാണ് നായകൻ. തിരിച്ചു വന്നതെന്ന് വെച്ചാൽ ക്യൂൺ എലിസബത്ത് എന്നുള്ള സിനിമയാണ് ഇതപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആ ക്യൂൺ എലിസബത്തിലേക്ക് വരെ വിളിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞു, വെറുതെ പുലിവാല് പിടിക്കരുത്. ഇക്കാര്യം മീരയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ, ഞാൻ പഴയതെല്ലാം മറന്നു, അഹങ്കരിക്കുന്നില്ല, പുതിയ
മീര ജാസ്മിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പഴയ മീര ജാസ്മിനെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഓർമ്മിക്കാൻ പാടുള്ളൂ, ബാക്കി ഒരു മൈനസ് പോയിന്റും ഓർമ്മിക്കരുതെന്നാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, നഷ്ടം എപ്പോഴും നഷ്ടം തന്നെയാണ്, ആ നഷ്ടം നികത്താൻ കഴിയില്ല. മീരയുടെ സ്ഥാനത്ത് പുതിയ ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുന്നു. അപ്പോൾ മീരയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് എന്നെ അറിയാം, നായിക സ്ഥാനം തന്നെ വേണമെന്നില്ല, നല്ല ക്യാരക്ടർ റോളും കിട്ടിയാൽ മതി, ആ രീതിയിലെങ്കിലും എനിക്ക് അഭിനയിക്കണം. എൻ്റെ അഭിനയം മോശമാണോ നല്ലതോ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാനൊരു പ്രശ്നക്കാരിയാണ് എന്ന ശങ്ക വേണ്ട. ഞാൻ നല്ല യുവതിയായി നല്ലവളായി മാറിയിരിക്കുന്നു. ഏവർക്കും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാം. സ്വാഗതം.